വയനാട് MP കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പ്രസ്താവന. ഞാൻ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒറ്റ രൂപ തരില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഒന്ന് അറിവില്ലായ്മയുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്താണ് എന്നറിയാൻ പാടില്ലാത്ത ഒരു MP ആണ് പ്രിയങ്ക ഗാന്ധി എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുട്ടിക്കളിയല്ല രാഷ്ട്രീയം എന്ന് പ്രിയങ്ക ഗാന്ധി മനസ്സിലാക്കണ്ടേ? വയനാടുകാർക്ക് തെറ്റുപറ്റി അവർ തെരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തി അവരുടെ MP ആയിട്ടിരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരാളാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അവിടെ ഈ പുനരധിവാസ പ്രവർത്തനത്തിന് എന്ത് രാഷ്ട്രീയം? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് എന്ത് രാഷ്ട്രീയം? പ്രിയങ്ക ഗാന്ധി കേരളത്തിലെ കോൺഗ്രസിനും ഇന്ത്യയിലെ കോൺഗ്രസിനും അപമാനമാണ്. നമസ്കാരം. നമ്മൾ മലയാളികൾ ഇപ്പോൾ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെ ഇരിക്കുന്ന ഒരു സമയമാണ്. വയനാട് ദുരന്തത്തിൻ്റെ, ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ പുനരധിവാസ ടൗൺഷിപ്പിൻ്റെ ആദ്യഘട്ട ഉദ്ഘാടനം കഴിഞ്ഞു. ഇവിടുത്തെ ജനങ്ങളും ജനപ്രതിനിധികളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആവശ്യത്തിന് കൈയഴിഞ്ഞ് സഹായിച്ചിട്ട് തന്നെയാണ് ഇത് യാഥാർത്ഥ്യമെന്ന് നമുക്കെല്ലാം അറിയാം. അപ്പോൾ ഈ ഘട്ടത്തിൽ വയനാട് MP കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പ്രസ്താവന. ഞാൻ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒറ്റ രൂപ തരില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. സ്ഥലം MP ആണ് ഇത് പറയണത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലോജിക്കില്ലായ്മ, ദുരിതാശ്വാസ നിധി CM റിലീഫ് ഫണ്ട് ആ ഒരു സംവിധാനത്തിലുള്ള അറിവ് കുറവാണോ, അതോ തന്നെ ജയിപ്പിച്ച വയനാട്ടിലെ ജനങ്ങളോട് തനിക്കൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന പ്രഖ്യാപനമാണോ പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ ഇതിലെ നടത്തിയിരിക്കുന്നത്? ഇതിലെല്ലാം ഉണ്ട് എന്നാണ് തന്നെ വേണം പറയാനായിട്ട്. കാരണം ഒന്ന് അറിവില്ലായ്മയുണ്ട്. അറിവില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം തന്നെ ചൂരൽമലയിലെ ദുരിതബാധിതർക്ക് കോൺഗ്രസ് പണിത് കൊടുക്കുന്ന വീടുണ്ട്. ഈ വീടിൻ്റെ തറക്കല്ലിടിയിലിന് രാഹുൽ ഗാന്ധിയും എത്തി, അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും എത്തി. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തർജ്ജമ ചെയ്യുന്നതാരാണ്? രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തർജ്ജമ ചെയ്യുന്നത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ പോലും ഒരുപക്ഷെ അതിശയപ്പെട്ടു പോയിട്ടുണ്ടാകും ഇവർ രണ്ടുപേരും കൂടെ എന്താണ് ആ വേദിയിൽ പറയുന്നതെന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു. അമ്മയെ കണ്ടപ്പോൾ എൻ്റെ സഹോദരിയും ഞാനുമായിട്ട് 2 ദിവസമായിട്ട് മിണ്ടിയിട്ടില്ല. ഇതൊക്കെയാണോ ഒരു തറക്കല്ലിടിയിൽ ചടങ്ങിൽ വന്നിട്ട് പ്രസംഗിക്കേണ്ടത് എന്ന് ഒരു സാമാന്യ ബോധമെങ്കിലും രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവണ്ടേ? അവരുടെ കുടുംബകാര്യങ്ങൾ അവരുടെ വീട്ടിലിരുന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ വയനാട്ടിൽ വന്നിട്ട് സംസാരിക്കേണ്ടിരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ വയനാട്ടിലെ ആളുകൾക്ക് യൂത്ത് കോൺഗ്രസും ചേർന്ന് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരിൽ നിന്നും പിരിച്ചെടുത്ത തുകയുണ്ട്. ആ തുക ഉപയോഗിച്ച് വയനാട്ടിൽ എന്ന് വീടിൻ്റെ പണി തീർക്കുമെന്നുള്ള കാര്യമാണ് അവിടെ രാഹുൽ ഗാന്ധി പ്രസംഗിക്കേണ്ടത്. അതിന് പകരമായിട്ട് ഞാൻ ഇന്ന് എൻ്റെ പെങ്ങളുടെ മുഖത്ത് പിടിച്ചു, ഞാൻ എൻ്റെ പെങ്ങളുമായിട്ട് സംസാരിച്ചു, ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു, ഇതൊന്നും കേൾക്കാനായിട്ട് മലയാളികൾക്ക് എന്ത് താല്പര്യമുള്ളത്? ഇങ്ങനെയുള്ള മസാലകൾ കാണാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ വീട്ടിൽ, അതല്ലെങ്കിൽ മറ്റു ഒഴിവ് സമയങ്ങളിലൊക്കെ. ഇത് ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പാർട്ടിയുടെ പരിപാടിക്കകത്ത് വന്നിരുന്നിട്ട് ഇതുപോലെ കോപ്രായം കാണിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം ഒരു MP എന്നുള്ള രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. മാധ്യമ പ്രവർത്തകർ പ്രിയങ്ക ഗാന്ധിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന ചെയ്തിരുന്നോ? അപ്പോൾ പറഞ്ഞു, ഞാൻ എന്തിനു സംഭാവന ചെയ്യണം? LDF സർക്കാരിൽ ഇവിടെ കേരളം ഭരിക്കുന്നത്, ഞാൻ എന്തിനാണ് LDF സർക്കാരിന് സംഭാവന കൊടുക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്താണ് എന്നറിയാൻ പാടില്ലാത്ത ഒരു MP ആണ് പ്രിയങ്ക ഗാന്ധി എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുട്ടിക്കളിയല്ല രാഷ്ട്രീയം എന്ന് പ്രിയങ്ക ഗാന്ധി മനസ്സിലാക്കണ്ടേ? കാരണം ഈ വയനാട്ടിലെ ജനങ്ങളോടൊരു ഉത്തരവാദിത്വം വേണ്ടതേ. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള സമയങ്ങളിലൊക്കെ ഈ DYFIക്കാർ ഫണ്ട് പിരിച്ചതിന് ശേഷം അത് ഉമ്മൻചാണ്ടിയെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ ഫോട്ടോ ഒക്കെ സൈബറിടങ്ങളിൽ ലഭ്യമല്ലേ, വാർത്താ മാധ്യമങ്ങളിൽ ലഭ്യമല്ലേ? ഇതെന്താ കണ്ടുപഠിക്കാത്തത്? കഴിഞ്ഞ പ്രാവശ്യം ഈ വയനാട് ദുരന്തം ഉണ്ടായതിനു ശേഷം ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകാൻ പാടില്ല എന്ന തീട്ടൂരുമായിട്ട് ഇറങ്ങിയതാരാണ്? UDF അല്ല ഇറങ്ങിയത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ എത്രയോ സ്ഥലങ്ങളിൽ പ്രസംഗിച്ചു. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് പുനരധിവാസം ഇന്ന് പൂർത്തിയായിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാടുകാർക്ക് തെറ്റുപറ്റി അവർ തെരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തി അവരുടെ MP ആയിട്ടിരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരാളാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു MP പറയൂ. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, സർക്കാർ ജീവനക്കാരോട് അവരുടെ 1 മാസത്തെ ശമ്പളം കടമായി സർക്കാരിന് നൽകണം എന്ന് പറഞ്ഞിട്ട് അതിനെ പോലും ബ്ലോക്ക് ചെയ്ത ആളുകളാണ് ഈ പറഞ്ഞ UDFകാർ. നമ്മൾ മറക്കരുതത്, ഒരു കാരണവശാലും മറക്കാൻ പാടില്ല. 1 മാസത്തെ ശമ്പളം കടമായിട്ടാണ് സർക്കാർ ചോദിച്ചത്, അതുപോലും നൽകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടെയൊക്കെ ഒരു മാനസിക അവസ്ഥ എന്തായിരിക്കും? സർക്കാരിനെതിരെ പ്രതിഷേധിച്ചോട്ടെ, സർക്കാരിനെതിരെ കുറ്റം പറഞ്ഞുകൊള്ളട്ടെ, പക്ഷേ അവിടെ ഈ പുനരധിവാസ പ്രവർത്തനത്തിന് എന്ത് രാഷ്ട്രീയം? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് എന്ത് രാഷ്ട്രീയം? അത് പിണറായി വിജയൻ ഇന്ന് പോയിട്ട് നാളെ വേറൊരാൾ മുഖ്യമന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞാലും ആ ദുരിതാശ്വാസ നിധി അതേ രീതിയിൽ തന്നെ അവിടെ ഉണ്ടാകുമല്ലോ. ഒരു രാഷ്ട്രീയവും ഒരു സമ്പാദ്യമില്ലാത്ത സാധാരണക്കാർ വരെ ഇതിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും വലുത്. കാരണം BJPക്കാർ സംഭാവന നൽകിയിട്ടില്ലേ, മുസ്ലിം ലീഗുകാർ സംഭാവന നൽകിയിട്ടില്ലേ, RSSകാർ കൊടുത്തിട്ടില്ലേ, ഈ പറഞ്ഞ SDPക്കാർ കൊടുത്തിട്ടില്ലേ, എല്ലാവരും കൊടുത്തിട്ടുണ്ടല്ലോ. ആ കൂട്ടത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരാണ്
ആഹ്വാനം നടത്തിയത്, അല്ലെങ്കിൽ UDF നേതാക്കന്മാരാണ് ആഹ്വാനം നടത്തിയത്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ പാടില്ല എന്നുള്ളത്. അത് വലിയ ഒരു അപരാധം തന്നെയാണ് കേരളത്തിലെ, പ്രത്യേകിച്ച് വയനാട്ടിലെ ജനങ്ങളോട് ഈ ഒരു UDF സംവിധാനം ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നതോടൊപ്പം തന്നെ വളരെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഒരു സമീപനമാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്ര ആയിരിക്കാം, ഒരുപക്ഷെ റോബർട്ട് വദ്ര പറഞ്ഞു കൊടുക്കുന്ന അറിവായിരിക്കാം ഇവിടെ വന്ന് വിളമ്പുന്നത്. പക്ഷെ ഇവിടെ ഒന്ന് വിളമ്പുന്ന സമയത്തും ഈ കേരളം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യ അല്ല എന്ന് മനസ്സിലാക്കണ്ടേ? നോർത്ത് ഇന്ത്യ അല്ല എന്ന് മനസ്സിലാക്കണ്ടേ? ഇവിടെ വിദ്യാഭ്യാസമുള്ള ആളുകളല്ലേ ഇരിക്കുന്നത്. അവർ പറയുന്ന ഇംഗ്ലീഷ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശേഷിയുള്ള മാധ്യമ പ്രവർത്തകർ തന്നെയല്ലേ അവരുടെ മുമ്പിൽ നിന്ന് പോയി നിന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള രീതിയിൽ ഉത്തരം പറയണ്ടേ? എന്തൊരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് ഉത്തരം പറയുന്നത്. ഇവർ ആങ്ങളയ്ക്കും പെങ്ങളയ്ക്കും കൂടി വേദിയിലിരുന്ന് കോപ്രായം കാണിക്കുക, എന്നിട്ട് ആ കോപ്രായങ്ങളെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മലയാള മനോരമ പോലെയുള്ള ചില മാധ്യമങ്ങളും എന്ന് പറയുമ്പോഴത്തെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക. ഇത് കേരളത്തിന് എങ്ങനെ ഇങ്ങനത്തെ അബദ്ധം പറ്റുന്നു? ദേശീയ വികാരവും ഗാന്ധി കുടുംബത്തോടുള്ള വികാരവും കോൺഗ്രസ് വികാരവും ഒക്കെ ആകാം, പക്ഷെ അടിമകളായിട്ട് മാറാൻ പാടില്ലല്ലോ. എന്തു പറഞ്ഞാലും അതങ്ങോട്ട് കേൾക്കുക, എന്തു പറഞ്ഞാലും. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിട്ട് രാഹുൽ ഗാന്ധിയൊക്കെ വയനാട്ടിൽ വന്നിട്ട് MP ആയി. എന്ത് പ്രയോജനമുണ്ടായി വയനാടിന്? വയനാട്ടിലെ ജനങ്ങൾ വോട്ടർമാരെ ആദ്യമായിട്ടല്ല കോൺഗ്രസ് അപമാനിക്കുന്നത്. മുൻപൊരു കുറ്റിച്ചൂല, ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ഇവിടെ ജയിക്കും എന്ന് പറഞ്ഞവരാണ് ഈ രണ്ട് കുറ്റിച്ചൂലികൾ. അപ്പൊ ഇവർ രണ്ടുപേരും കുറ്റിച്ചൂലുകളാണെന്നാണ് എൻ്റെ അർത്ഥം. അതായത് വയനാടിനെ സംബന്ധിച്ചിട്ട് വയനാട്ടിലുള്ള മൈനോറിറ്റി വിഭാഗങ്ങളുടെ വോട്ട്, ഈ വോട്ടാണ് ഈ കോൺഗ്രസ് അഹങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്നത്. അതവർ തിരിച്ചറിയണം. ഒരു പ്രാവശ്യമെങ്കിലും ഈ മൈനോറിറ്റി ഒന്ന് മാറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന അവസ്ഥയുള്ളൂ കോൺഗ്രസിനവിടെ. അതിന് അധികം ദൂരമില്ല എന്നെനിക്ക് തോന്നുന്നു. ഈ 2026 തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഏകദേശം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വ്യക്തമാകും. 2029 ഇലക്ഷനിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത നമുക്കിവിടെ ഉണ്ടാകും എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. കാരണം ഇതുപോലെയുള്ള നിരുത്തരവാദിത്തപരമായിട്ടുള്ള സംസാരങ്ങളിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ള ഒരാൾ മാറി നിൽക്കണം. എന്താണ് പറയുന്നതെന്ന് അവർക്കൊരു ധാരണ ഉണ്ടാവണം. ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ പൈതൃകം പേർന്ന ആളുകളാണ് ഇവരൊക്കെ. അപ്പോൾ ആ പൈതൃകത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വിഡ്ഢിത്തരങ്ങൾ പുലമ്പാൻ വേണ്ടിയിട്ടാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഇനി വയനാട്ടിലേക്ക് വരണ്ട എന്നാണ് അവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത്. വയനാട്ടിലെ ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്ന കാര്യമാണ്, കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നുണ്ടല്ലേ, അബദ്ധം പറ്റിപ്പോയി എന്നാണ് പറയുന്നത്. ഇനി അവർക്ക് തിരുത്താൻ സമയമില്ലല്ലോ. MP തിരിച്ചു വിളിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ വയനാടുകാർ ഉറപ്പായിട്ടും ഈ പ്രിയങ്ക ഗാന്ധി തിരിച്ചു വിളിച്ചത്. അതായത് ഇംപീച്ച് ചെയ്യാനായിട്ടുള്ള ഒരു MP ഇംപീച്ച് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു അവസരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് വയനാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് വരുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിക്കുന്നേ. കാരണം ഒരു MP തൻ്റെ സ്വന്തം മണ്ഡലത്തിൽ ഇത്രയും വലിയ ഒരു ദുരന്തമുണ്ടായതിനു ശേഷം ആ ദുരിതബാധിതരായിട്ടുള്ള ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ, അതായത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്തിനു നൽകണം, ഞാൻ LDF സർക്കാരിന് എന്തിന് സംഭാവന നൽകണമെന്ന് ചോദിക്കുന്ന വിഡ്ഢിത്തരവുമായി നടക്കുന്ന പ്രിയങ്ക ഗാന്ധി കേരളത്തിലെ കോൺഗ്രസിനും ഇന്ത്യയിലെ കോൺഗ്രസിനും അപമാനമാണ്, നാണക്കേടാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുക.